പത്തനംതിട്ടയിൽ വിവാഹത്തിന് പോയ 20 അംഗ സംഘത്തിനെതിരായ പോലീസ് അതിക്രമത്തിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. ശ്രീരാജുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീരാജ്, നമുക്കറിയാവുന്നതുപോലെ യാതൊരു പ്രകോപനവുമില്ലാതെ ആള് മാറി ഒരു ചോദ്യവും പറച്ചിലും ഒന്നുമില്ലാതെ വന്ന് നേരെ അങ്ങ് മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്ന ആളുകളുടെ മൊഴി. രാവിലെ തൊട്ട് നമ്മൾ കേൾക്കുന്നത് പോലെ ഈ ദൃശ്യങ്ങളിൽ നിന്നാണ് കൂടുതലായി മനസ്സിലാവുന്നത്. തീർച്ചയായും ആതിര, രാവിലെ DYSP നമ്മളോട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞത് കൂടുതൽ വിശദമായ അന്വേഷണം നടത്തട്ടെ, എന്തായാലും കൃത്യമായ നടപടി ഉണ്ടാകുമെന്നൊക്കെയായിരുന്നു. ഈ ഘട്ടത്തിൽ ആ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ കൂടുതൽ വ്യക്തമാകുന്നത് പോലീസ് നടത്തിയ ക്രൂരമായ മർദ്ദനത്തിൻ്റെ കൂടുതൽ തെളിവുകളാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ആ പോലീസ് വാഹനം വന്ന് നിന്ന ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ആ ജീപ്പിൽ നിന്നും ചാടിയിറങ്ങുന്നു. ആ ദൃശ്യങ്ങളിൽ കാണുന്നത് വ്യക്തമാണ്. അവർ നടന്നു വരുമ്പോഴേക്കും ഒന്നും ചോദിക്കുന്നില്ല, സംസാരിക്കുന്നില്ല, ഒരു കാര്യവും പറയുന്നില്ല. നേരെ ലാത്തി ഉപയോഗിച്ച് അടി തുടങ്ങുകയാണ്. അങ്ങനെ ക്രൂരമായി അടിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ സമയം തന്നെ ഒരു ചെറുപ്പക്കാരനും മറ്റൊരു യുവാവും ആ റോഡ് ക്രോസ് ചെയ്ത് നേരെ എതിർവശത്തേക്ക് പോകുന്നുണ്ട്. അത് ശ്രീജിത്തും സിതാരയുമാണ്. ഇവരെയും പുറകെ ചെന്ന് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ, ലാത്തി കൊണ്ട് അടിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ആ CCTV ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നതാണ്. ആ അടി കൊണ്ട് ഓടുന്ന വഴിക്കാണ് സിതാര മറിഞ്ഞു വീഴുന്നതും കൈക്ക് പരിക്കേൽക്കുന്നതും കൈ ഒടിയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതേ മർദ്ദനത്തിൽ തന്നെയാണ് ശ്രീജിത്തിൻ്റെ തല പൊട്ടുന്നതും. അത്തരത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഗുരുതരമായ വീഴ്ച വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, പോലീസ് ഉദ്യോഗസ്ഥർ സ്വാഭാവികമായും ഒരാൾക്കൂട്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്താണ് കാര്യമെന്നെങ്കിലും ചോദിക്കും. പക്ഷേ ഇവിടെ അതൊന്നും ഉണ്ടായില്ല. ഈ പ്രദേശം എന്ന് പറയുന്നത് അബാൻ ജംഗ്ഷനാണ്, KSRTC ബസ് സ്റ്റാൻഡിനോട് ചേർന്ന പ്രദേശം. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള സംഘർഷമോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമല്ല. അല്ലെങ്കിൽ ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് പോലും അത്തരത്തിലുള്ള ഒരു സംഘർഷ സാധ്യതയൊന്നും ഉണ്ടായിരുന്ന ഒരു സ്ഥലമല്ല. പിന്നെ എന്തിനാണ് പോലീസ് അത്തരത്തിലൊരു ക്രൂരമായ മർദ്ദനം വഴിയരികിൽ നിന്ന് ഇവർക്കെതിരെ നടത്തിയെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ സിവിൽ ഡ്രസ്സിലാണ് വന്നിട്ടുള്ളത്, അതായത് യൂണിഫോമിലായിരുന്നില്ല ഇവരാരും ഉണ്ടായിരുന്നത്. നിലവിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധം നടത്തിയപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഈ SI ജിനുവിൻ്റെ പിറന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരെല്ലാവരും തന്നെ മദ്യപിച്ചായിരുന്നു അവിടെ എത്തിയിരുന്നതെന്നാണ് യൂത്ത് കോൺഗ്രസ്. അത് തന്നെയാണ് ഈ പറയുന്നത് പോലെ, അതായത് ബാറിൽ ബഹളം ഉണ്ടാക്കിയവരെന്ന് സംശയിച്ച് ഇവരെ മർദ്ദിച്ചു എന്നാണല്ലോ പോലീസുകാരുടെ ഭാഷ്യം. സ്ത്രീകൾ അടക്കമുള്ള സംഘത്തിന് നേരെയാണ് ഇവർ ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം നടത്തുന്നത്. നമ്മൾ കണ്ടതാണ് രാവിലെ തന്നെ. അപ്പോൾ അങ്ങനെ, അതായത് ഒരു ചോദ്യവും പറച്ചിലും ഇല്ലാതെ വന്നിട്ട് സ്ത്രീകൾ അടങ്ങുന്ന സംഘമാണ്, സ്വാഭാവികമായും ഒരു അന്വേഷണം ഉണ്ടാകില്ലേ? തീർച്ചയായും ആതിര, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഏറ്റവും ഗുരുതരമായ വീഴ്ചയാണ് എന്ന് പറയുന്നതും. ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ഒന്നും ചോദിക്കുന്നില്ല, അവിടെ നേരെ എത്തുന്നു, അടി തുടങ്ങുന്നു, കൈകാര്യം ചെയ്യുന്നു. ലാത്തി ഉപയോഗിച്ച് ഈ ചെറുപ്പക്കാരെയും ഈ സ്ത്രീയെയും ഉൾപ്പെടെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമുക്കത് ഈ CCTV വിഷ്വലിലൂടെ വ്യക്തമാകുന്നത്. അവരുടെ മൊഴിയും ആദ്യം അവർ നമ്മളോടാണ് പ്രതികരിച്ചത്. ഇന്നലെ രാത്രി തന്നെ പറഞ്ഞു അവർക്ക് എന്താണ് സംഭവിച്ചതെന്നറിയില്ല. അവർ ആ വഴിയരികിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ആ വഴിയരികിലൂടെ നടന്നു വരുന്ന ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അവർക്ക് മനസ്സിലായില്ല. നേരെ വന്ന് പൊതിരെ തല്ലുകയായിരുന്നു, ലാത്തി ഉപയോഗിച്ച് വലിയ മർദ്ദനം ഏൽപ്പിക്കുകയായിരുന്നു ഇവർക്കെതിരെ എന്നാണ് അവർ ഇന്നലെ രാത്രി നമ്മളോട് പ്രതികരിച്ചത്. അത് സത്യമാണ് എന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ ഗുരുതരമായ വീഴ്ചയുണ്ടായിരിക്കുന്നു. ഈ SI ജിനു എന്ന് പോലീസ് മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ് ശ്രീരാജ് അല്പം മുൻപ് പറഞ്ഞത്. തീർച്ചയായും ആതിര, പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചു എന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഈ SI ജിനുവിൻ്റെ പിറന്നാൾ ദിനമാണ് ഇന്ന്. ഇതിൻ്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചിരുന്നു എന്നാണ് യൂത്ത് കോൺഗ്രസ് അല്പസമയം മുൻപ് ഒരു ആരോപണം ഉന്നയിച്ചിരുന്നത്. അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് ആ CCTV വിഷ്വൽസിലൂടെ ദൃശ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഒരു സ്വബോധമുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന സ്വബോധമുള്ള ഒരാൾ ചെയ്യുന്ന പണിയെ അല്ല ആ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ നടത്തിയിരിക്കുന്നത്. കാരണം ആ പെൺകുട്ടിയെ ഉൾപ്പെടെ പുറകെ ഓടി ക്രൂരമായി ലാത്തിക്കടിക്കുന്ന ദൃശ്യങ്ങൾ ഒരു വിവേകമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യുന്ന. പത്തനംതിട്ടയിൽ ഇന്നലത്തെ പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ആ ദൃശ്യങ്ങൾ മനസ്സിലാവുന്ന അനുസരിച്ച് തന്നെ ഒരു പ്രകോപനവുമില്ലാതെ ഈ
വാഹനത്തിലുണ്ടായിരുന്നവരോടൊന്നും സംസാരിക്കാതെ തന്നെ ഈ വന്നവർ ഉപദ്രവിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രധാനമായും ആരോപിക്കുന്ന ഈ പോലീസുകാർ മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീരാജ് ബാബു പത്തനംതിട്ടയിൽ നിന്ന്.